കേരളത്തിലെ പൊതുജനാരോഗ്യ പ്രശ്നങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നാണ് തെരുവ് നായ്ക്കളുടെ അനിയന്ത്രിതമായ പെരുപ്പം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന സുപ്രസിദ്ധി തെരുവ് നായ്ക്കളുടെ നാട് എന്ന കുപ്രസിദ്ധിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമോ എന്ന ആശങ്ക ഉയർത്തുന്ന സാഹചര്യമാണ് നിലവിൽ നമ്മുടെ കേരളം നേരിടുന്നത്. ഇപ്പോൾ കേരളത്തിലെ തെരുവ് നായ്ക്കളുടെ ആക്രമണവും ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണവും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാത്ത ദിവസം ചുരുക്കമാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിനെ കണ്ണീരിലാഴ്ത്തി കഴിഞ്ഞ ദിവസം കണ്ണൂർ സ്വദേശിയായ 11 വയസ്സുകാരൻ നിഹാൽ നൌഷാദ് നമ്മളോട് വിട പറഞ്ഞു പോയത് തെരുവ് നായ്ക്കളുടെ കൂട്ടാക്രമണം കാരണമാണ്. ഇതിനു പുറകെ സമാനമായ രീതിയിൽ കുട്ടിയെ തെരുവ് നായ ആക്രമിക്കുന്നതിന്റെ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കണ്ണൂരിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് 3.5 വയസ്സുകാരി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കണ്ണൂർ മട്ടന്നൂരിനടുത്ത് നീർവേലിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 3.5 വയസ്സുകാരി ആയിഷയാണ് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. കൂടാതെ തൃശൂരിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കവേ എൻഫിനോ എന്ന വിദ്യാർത്ഥിക്ക് വീണ് പരിക്കേറ്റു. ട്യൂഷൻ കഴിഞ്ഞ് സുഹൃത്തിനൊപ്പം മടങ്ങവേ എൻഫിനോയ്ക്ക് നേരെ തെരുവ് നായ്ക്കൾ പാഞ്ഞടുക്കുകയായിരുന്നു. രക്ഷപ്പെടാൻ നോക്കുന്നതിനിടെ കുട്ടിയുടെ സൈക്കിൾ പോസ്റ്റിലിടിച്ചു മറിഞ്ഞ് കുട്ടിയുടെ 3 പല്ലുകളാണ് വീഴ്ചയിൽ കൊഴിഞ്ഞുപോയത്. ഇങ്ങനെ തെരുവ് നായ ശല്യവും ആക്രമണവും രൂക്ഷമായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തെരുവ് നായ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്ന വാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മന്ത്രി MP രാജേഷ്. തെരുവ് നായ്ക്കളെ പിടിക്കാൻ നിലവിലെ നിയമം പര്യാപ്തമല്ലെന്നും തെരുവ് നായ്ക്കളുടെ വന്ധ്യംകരണത്തിന് തടസ്സമായി നിൽക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ചട്ടങ്ങളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഈ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുവാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും MP രാജേഷ് അറിയിച്ചു. കൂടാതെ ചട്ടങ്ങൾ മാറ്റാതെ ഫലപ്രദമായി തെരുവ് നായ വന്ധ്യംകരണം നടക്കില്ല. കേന്ദ്ര ചട്ടങ്ങൾ ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കൂടാതെ ഈ വസ്തുത കണ്ണു തുറന്നു കാണുവാനും ജനങ്ങളോട് പറയുവാനും മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരുവിൽ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ കഴിച്ച് പെറ്റുപെരുകി നാൾക്കുനാൾ തെരുവ് നായ്ക്കളുടെ എണ്ണം കൂടി വരികയാണ്. രാവും പകലും എന്ന വ്യത്യാസമില്ലാതെ നായ്ക്കളുടെ നരനായാട്ടം. പല തെരുവുകളും രാത്രി പൂർണ്ണമായും നായ്ക്കൾ കീഴടക്കുന്ന അവസ്ഥ. കാൽനട യാത്രക്കാരെ കടിച്ച് പരിക്കേൽപ്പിക്കുക മാത്രമല്ല, വാഹനമോടിക്കുന്നവരുടെ കുറുകെ ചാടി വീണ് തെരുവ് നായ്ക്കൾ അപകടമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊലവിളി മുഴക്കുകയാണ് തെരുവ് നായ്ക്കൾ. വീടിന് പുറത്തിറങ്ങിയാൽ പട്ടികൾ കടിച്ചു കീറുന്ന അവസ്ഥ. എന്തായാലും തെരുവ് നായ ശല്യം സംബന്ധിച്ച് ഉത്തരവിറക്കുന്നതിൽ സർക്കാർ നിയമസാധുത തേടുമെന്നും നിലവിലെ കേന്ദ്ര ചട്ടങ്ങൾ ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നുമുള്ള തദ്ദേശ മന്ത്രി MP രാജേഷിന്റെ വാക്കുകളിൽ നമുക്ക് പ്രതീക്ഷയർപ്പിക്കാം.